നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. വീണ്ടും ഒരു വയനാട് യാത്രയിലാണ്. കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണത്. മുമ്പും വീഡിയോകൾ നമ്മൾ ഈ വഴി ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വയനാട് വന്ന സമയത്ത് തിരുനെല്ലി റൂട്ടിലൊരു യാത്ര നടത്തിയതാണ്. വനത്തിലൂടെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഉള്ള ഒരു സന്ദേശം കൊടുക്കുക. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം അതൊരു സന്തോഷമാണ്. മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് സന്തോഷമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയും പുലിയൊക്കെ ആണ് അവിടുത്തെ വയനാടിൻ്റെ ഇഷ്യൂസ് എങ്കിലും നമുക്ക് മാനിനെയും മറ്റ് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അതൊരു സന്തോഷമാണല്ലോ. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. ഓരോ യാത്രയിൽ കാണുന്ന ഓരോ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരേ റൂട്ടിൽ തന്നെ പലതവണ പോയി കഴിഞ്ഞാലും ഓരോ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം പോയ സമയത്ത് ഇച്ചിരി നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇഷ്ടം പോലെ കണിക്കൊന്നകൾ കാണാൻ പറ്റും. കണിക്കൊന്നകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാണാനൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷേ കാട്ടിൽ ഇതെന്തുകൊണ്ടാണ് ഇത്രയും കണിക്കൊന്നകൾ എന്തായാലും കാട്ടിൽ തന്നെ വിരിയുമോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ ഇത് കാട്ടിൽ ഇത് നട്ട് വളർത്തിയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നട്ട് വളർത്തുന്ന കണിക്കൊന്നകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വന്ന സമയത്ത് ഉണ്ണിയപ്പക്കടയോടെ എത്തി. ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്, എല്ലാവർക്കും അറിയാം. തിരുനെല്ലി റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി നിർത്തി അത്യാവശ്യം ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ഇനിയുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ എടുത്തത്. കാരണം കണ്ടോ, എത്രയേറെ കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നറിയാമോ? ഈ വനത്തിൽ മഞ്ഞ കളർ പൂക്കൾ പൂക്കാൻ പാടില്ല എന്നാണ് കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇത് കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷേ ഇത് ഈ കണിക്കൊന്ന നിറയുമ്പോൾ ജലാംശം, ഭൂമിയിലെ ജലാംശം കുറയും. അവിടെ ഉള്ള അരുവികളിലേക്ക് വെള്ളം വറ്റിപ്പോവും. മൃഗങ്ങൾ പുറത്തോട്ടിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് മൃഗങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് എന്നാണ് കാരണം. കണിക്കൊന്ന നട്ടുപിടിപ്പിച്ചതിൻ്റെ പേരിൽ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് മറ്റു മൃഗങ്ങളുമായിട്ട് കാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മൃഗങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെ രീതിയിലാണ് സംസാരം. ഇതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ എനിക്കറിയില്ല. പക്ഷേ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുമായി നമുക്കൊന്ന് വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പം എന്തായാലും മറക്കണ്ട, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മറ്റ് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക.